അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖല്ലേ? ഈ വീഡിയോ കാണുന്ന എല്ലാ ദീനി സഹോദരി സഹോദരങ്ങളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതുതായി തുടങ്ങിയ ചാനലാണ്, സബ്സ്ക്രൈബ് കുറവാണ്, എപ്പോഴും പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ദിവസത്തിൻ്റെ പുണ്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ പ്രാർത്ഥന ഉണ്ടാകുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അതാ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന ആ ബദറിന്റെ രണാങ്കണത്തിലൂടെ വാള് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കുകയാ. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ പടച്ചവനെ ഒളിച്ച് നടക്കുകയാണ്, ആരോ ഒരാള് കാണാതിരിക്കാൻ. അതാ അവിടെ പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. എന്തിനാണ് പതുങ്ങി നടക്കുന്നതെന്നറിയുമോ? തന്റെ വാപ്പയുടെ കണ്ണിൽ പെടാതിരിക്കാൻ, തന്റെ പിതാവിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അബൂ ഉബൈദ ഇങ്ങനെ ഒളിച്ചു നടക്കുകയാണ്. കാരണം പിതാവ് ശത്രുവിന്റെ ഭാഗത്താണ്, അബൂ ഉബൈദ മുസ്ലിമാണ്, വാപ്പ ശത്രുവിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് വാപ്പയുടെ കണ്ണിലെങ്ങാനും പെട്ടുപോയാൽ യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ട് പിതാവ് കാണാതെ അബൂ ഉബൈദ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്നാ മറുഭാഗത്ത് ജറാഖ് എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, മകനെ തേടി നടക്കുകയാണ്. വേറെ ഒരു മുസ്ലിമിനെയും വേണ്ട, വേറെ ഒരു മുസ്ലിമുമായി യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. പടച്ചവനെ, ജറാഖ് എന്ന് പറയുന്ന പിതാവ് ചോദിക്കുന്നു, എന്റെ മകനെ വിട്, എന്റെ പൊന്നാര മകനെ വിട്. വാപ്പ മകനെ കൊല്ലാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. മകനാണെങ്കിൽ വാപ്പയെ കാണാതെ ഒളിച്ചു നടക്കുകയാണ്. അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോ ജറാഖ് എന്ന് പറയുന്ന പിതാവ് കടന്നു വരികയാണ്. എന്നെ പൊന്നാര മകനെ കണ്ടപ്പോ അവിടെ പറഞ്ഞു, മുഹമ്മദ്, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു നബിയുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, ഇറങ്ങി വിടാ മുഹമ്മദ്, എന്റെ മകനെ ഇറക്കി വിട്, നിന്റെ അടുക്കൽ നിൽക്കുന്നവനെ ഇറക്കി വിട്. മുഹമ്മദേ, നീ പറയുന്നത് നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചാൽ